വെൽക്കം ബാക്ക് ടു ഹാപ്പി ബട്ടർഫ്ലൈ ഗേൾ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ക്രൂഷ്യയിലെ സ്റ്റിച്ചിങ് ആണ് ചെയ്തു നോക്കാൻ പോകുന്നത്. ഞാൻ തുടങ്ങിയിട്ട് ആകെ കുറച്ച് ദിവസങ്ങളിലേ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് എല്ലാം കാണിച്ചു തരുകയും അത് വെച്ച് ഞാനൊരു ഹാർട്ടും കൂടി ചെയ്യുകയാണ്. ആദ്യം നമുക്ക് ആവശ്യം സ്ലിപ്പ് നോട്ടാണ്. അതിന് നമ്മളുടെ ചൂണ്ടുവിരൽ തന്നെ ആവശ്യമാവും. ചൂണ്ടുവിരലിൽ നമ്മൾ ഒരു എക്സിൻ്റെ രൂപത്തിൽ എന്ന് വെച്ചാൽ നമ്മളുടെ ABCDയിൽ എക്സില്ലേ, ആ രൂപത്തിൽ നമ്മൾ എടുക്കുന്നു. ഇതാണ് ഫസ്റ്റത്തതും ഇത് സെക്കൻഡത്തതും. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റത്തേൻ്റെ അടിയിൽ കൂടെ കയറണം. നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ചെറുതാക്കുകയോ വലുതാക്കുകയോ ചെയ്യണമെങ്കിൽ ആദ്യത്തെ കാരണം എന്ന് വെച്ചാൽ ഹുക്ക് ചെറുതാവണം, യാണും ചെറുതായിരിക്കണം. പിന്നെ നമ്മൾ ഇത് ബാലൻസ്ഡ് യാണും ഇത് വർക്കിംഗ് യാണുമാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം ഫൗണ്ടേഷൻ സ്റ്റിച്ച് എന്ന് പറയുന്ന സ്റ്റിച്ചാണ് എടുക്കുന്നത്. അതിന് ആദ്യം ഹുക്കിൻ്റെ മണ്ടയിൽ യാൺ ചുറ്റണം. അത് ഡൗൺ പൊസിഷനിലാക്കി താഴോട്ട് ഡൗൺ ആക്കിയാൽ മാത്രം മതി നമുക്കിത് കിട്ടും. ഒന്നും കൂടി കാണിക്കാൻ, ഹുക്കിൻ്റെ മണ്ടയിലോട്ട് നമ്മളുടെ യാൺ വെച്ചിട്ട് ഡൗൺ പൊസിഷനിലോട്ടാക്കി ഡൗൺ ചെയ്താൽ മാത്രം മതി. ഇതേപോലെ നമുക്ക് 5 എണ്ണമാണ് ആവശ്യം. ഇവിടെ നമ്മൾ 5 എണ്ണം എടുത്തു കഴിഞ്ഞു. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഡബിളാണ്. ഹാഫ് ഡബിൾ നമുക്ക് അടുത്ത് കാണിക്കാം. ഡബിളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് ഡബിൾ ക്രൂഷി സ്റ്റിച്ച് എന്നാണ്. അതിനുവേണ്ടി നമ്മൾ 2 സ്റ്റെപ്പ് വീണ്ടും ചെയ്യണം. ഈ ചെയ്യുന്ന 2 സ്റ്റെപ്പ് മാർക്ക് ചെയ്യണം. നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുമ്പോൾ ആ 2 സ്റ്റെപ്പും വിട്ടിട്ട് ആണ് നമ്മൾ അടുത്തയിലോട്ട് ഇതാക്കി ഹുക്ക് അകത്തോട്ട് കയറ്റിയിട്ട് അവിടുത്തെ യാണ് വലിച്ചെടുക്കുമ്പോൾ നമ്മൾ ആ ഹുക്കിൽ 3 എണ്ണമാണ് വരുന്നത്. കണ്ടല്ലോ, 3 എണ്ണമാണ് വരുന്നത്. അത് ഈ യാണ് ചുറ്റി താഴോട്ടാക്കിയാൽ മാത്രം മതി. ഒന്നും കൂടി 2 എണ്ണം കൂടി വരുന്നതാണ്. അപ്പോൾ അതും വീണ്ടും നമ്മൾ യാണിൽ ചുറ്റി താഴോട്ടാക്കിയാൽ മാത്രം മതി. ഇങ്ങനെയാണ് നമ്മളുടെ ഡബിൾ വരുന്നത്. അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാം. ഇവിടെ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 എണ്ണം കൂടി എടുക്കാം. ഇത് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബട്ടർഫ്ലൈ ഗേളിൻ്റെ വീഡിയോ നന്നായി ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള കമൻറ്റും കൂടി നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും 3 എണ്ണം വന്നു. അത് നമ്മൾ 2 എണ്ണം സ്കിപ്പ് ചെയ്തു. വീണ്ടും 2 എണ്ണം വന്നു. ആ 2 എണ്ണം സ്കിപ്പ് ചെയ്താൽ ഇതാണ് നമ്മളുടെ ഡബിൾ ക്രൂഷി സ്റ്റിച്ച്. നിങ്ങൾക്കൊരു ഇതുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ ഈ യാണ് ക്ലോസ് ചെയ്യണം, അല്ല കെട്ടിടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. നമുക്ക് ആദ്യം യാണ് മണ്ടയിലോട്ടാക്കി ഹുക്കിൻ്റെ താഴോട്ടാക്കിയിട്ട് ഇവിടെ വെച്ച് അങ്ങ് മുറിച്ച് കളയണം. അപ്പോൾ നമുക്ക് ദാണ്ടെ നല്ലൊരു അപ്പോൾ നമ്മൾ 5 എണ്ണം എടുത്തു. ഇതാണ് നമ്മളുടെ ഡബിൾ ക്രൂഷ്യ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഹാഫ് ഡബിളാണ് എടുക്കാൻ പോകുന്നത്. ഹാഫ് ഡബിൾ എടുക്കുമ്പോൾ നമുക്ക് ആദ്യം ആവശ്യം പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മൾ സ്ലിപ്പ് നോട്ട് എടുക്കുമ്പോൾ ബാലൻസ് വരില്ലേ, ബാലൻസ് ശകലം കൂടുകയോ കുറയുകയോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ബാലൻസ് കൂടുതലാവാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. കാണിക്കാം. ആദ്യം നമ്മളൊരു യാണിൻ്റെ അറ്റം എടുക്കണം. അത് ഇവിടെ വെച്ച് ഇങ്ങനെ കറക്കി ചുറ്റിയാൽ മാത്രം മതി. അപ്പോൾ ഈ യാണ് ഇതിൻ്റെ നടുക്ക് വെക്കണം. കണ്ടല്ലോ, ഇതിനെ നമ്മൾ ഇത് അനങ്ങാതെ തട്ടാതെ എടുക്കുമെന്ന് പറയുന്നതിനെ പോലെ ഇത് കെട്ട് കഴിഞ്ഞു പോവാതെ എടുക്കണം. സൂക്ഷിച്ചൊക്കെ എല്ലാം ചെയ്യണം. എന്നെപ്പോലെ സമാധാനം ഇല്ലാത്തവർക്ക് എപ്പോൾ വേണോ പോയി. അപ്പോൾ നമുക്ക് വീണ്ടും എടുക്കേണ്ടത് ഫൗണ്ടേഷൻ സ്റ്റിച്ചായ ചെയിൻ സ്റ്റിച്ചാണ്. നിങ്ങൾ എൻ്റെ കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല സന്തോഷമാണ്. അപ്പോൾ നമ്മൾക്ക് 5 എണ്ണം ഇട്ടു. അപ്പോൾ 5 എണ്ണം ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇതിലൊരു സ്റ്റെപ്പ് കൂടുതലാണ്. നമ്മൾ വീണ്ടും 2 എണ്ണം കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഹുക്ക് ഈ യാണ് കയറ്റിയില്ലേ, അത് ഒരെണ്ണം സ്കിപ്പ് ചെയ്താൽ മാത്രം മതി.
എന്നിട്ട് ഇതുവഴി കയറ്റി വലിക്കുമ്പോഴും നമുക്കിതിൽ 3 കിട്ടും. പക്ഷേ ആ 3 നമ്മൾ ഒറ്റയടിക്ക് സ്കിപ്പ് ചെയ്യണം. നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഹാഫ് ഡബിൾ ഫുൾ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഈ ഡബിളിൽ പറഞ്ഞതുപോലത്തെ കെട്ടാണ് നമ്മൾ ഇതിലും കൊടുക്കാൻ പോകുന്നത്. ഞാൻ ഇങ്ങനെ വെച്ച് തൂക്കിയിട്ടിട്ടാണ് വെട്ടുക. അപ്പോൾ നമുക്ക് ആ ഹുക്കിൻ്റെ വെയിറ്റിൽ താന്ന് പോകും. ഇങ്ങനെയൊക്കെയാണ് കുരുട്ടുബുദ്ധി. ഇതാണ് എൻ്റെ ഹാഫ് ഡബിൾ. ഇത് ഡബിളോ ക്രോഷി സ്റ്റിച്ചുമാണ്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ത്രിബിളാണ്. അതിന് നമ്മൾ ആദ്യം ആവശ്യമുള്ള സാധനം എന്ന് വെച്ചാൽ നമ്മളുടെ സ്വന്തം സ്ലിപ്പ് നോട്ടാണ്. അപ്പോൾ നമുക്ക് സ്ലിപ്പ് നോട്ട് എടുക്കാം. എന്നിട്ട് ഈ സ്ലിപ്പിൻ്റെ അകത്ത് നമ്മൾ ഈ ഹുക്ക് കയറ്റുക. നേരത്തെ പറഞ്ഞതുപോലെ 5 ഫൗണ്ടേഷൻ സ്റ്റിച്ച് നമ്മൾ ഇതിലും എടുക്കേണ്ടതാണ്. എന്തായി സായ? അപ്പം ഇതാണ് എൻ്റെ 5. എനിക്കിത് കുറച്ച് ലൂസായിപ്പോയി, കുഴപ്പമില്ല. നേരത്തെ ശബ്ദം കേട്ടത് എൻ്റെ അനിയൻ്റെ അടുത്തുണ്ട്, അതിനാലാണ്. നമുക്ക് 2 കൂടി എക്സ്ട്രാ ഇടണം. ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിങ്ങനെയാണ് ഡബിളും ഹാഫ് ഡബിളിനും ആവശ്യം. പക്ഷേ ഇത് ത്രിബിൾ ആയതുകൊണ്ട് 1 റൗണ്ടും കൂടി വേണം. ഈ ഹുക്കിൽ നമ്മൾ 2 കയറ്റേണ്ടത്. അത് 1 സ്കിപ്പ് ചെയ്തിട്ട് അടുത്തയിലോട്ട് കയറ്റണം. അത് സ്കിപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ചുരുണ്ട് പോകും. ചുരുണ്ട് വരില്ലേ, അതേപോലെയാണ്. ഇപ്പം നമുക്ക് ത്രിബിളിൽ വരുന്നതെന്ന് വെച്ചാൽ ഹുക്കിൽ 4 വരുന്നുണ്ട്. 4 കണ്ടാൽ തന്നെ മനസ്സിലാവും, 4 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം 2 സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് വീണ്ടും 2 സ്കിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഹുക്കിൽ വീണ്ടും 2 വരും. അപ്പോൾ ഇതും സ്കിപ്പ് ചെയ്താൽ മാത്രമേ നമ്മൾ ത്രിബിളാണ്. ഇത് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഹലോ കൂട്ടുകാരെ, നമ്മൾ വേണ്ട ഇത് ഇനി ചെയ്യാൻ പോകുന്നത് അത് ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലോസ് ചെയ്യാൻ നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചതുപോലെ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. നമ്മൾ ട്രിബിൾ ചെയ്തു. ഇത് ഹാഫ് ഡബിളാണ്, അത് ചെറുതായിരിക്കും. ഇപ്പോൾ ത്രിബിൾ ചെയ്തു. ഇത് ഇത്രയും നമുക്ക് മതി ഒരു ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കാൻ. ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം എടുക്കേണ്ടത് മാജിക് സർക്കിളാണ്. അതിന് നമ്മൾ 2 വിരലാണ് യൂസ് ചെയ്യേണ്ടത്. നടുവിരലും മിഡിൽ ഫിംഗർ. എനിക്ക് ഇംഗ്ലീഷ് അറിയണ്ട, സോറി. അപ്പോൾ നമ്മൾ ഇതും ഇംഗ്ലീഷ് ലെറ്റർ എക്സ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് പക്ഷെ വലിക്കാൻ പാടില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കേ മനസ്സിലായില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുക? അതിനാൽ നിങ്ങളെല്ലാവരും 1-ാം തീയതിയായിട്ട് സ്കൂളിലൊക്കെ പോയോ? അല്ല, മാതാപിതാക്കളാണെങ്കിൽ സ്കൂളിൽ പോകാനും നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒന്നേന്ന് കാണിക്കാം. എക്സ് പോലെ നമ്മൾ ആക്കണം. എക്സ് പോലെ ആക്കിയതിന് ശേഷം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതിന് പോലെ എടുത്തിട്ട് ഇതില്ലേ 2ാമത് തന്നെ അത് ഇങ്ങോട്ടാക്കി ഇവിടെ ചെയിൻ ആക്കണം നമ്മൾ. ഇപ്പോൾ നമുക്കത് ഒരു മാജിക് സർക്കിൾ വന്നു. ഇതിങ്ങനെ വലിക്കും തോറും മാജിക് സർക്കിളിൻ്റെ നീളം കുറയാണ്. പക്ഷേ എനിക്ക് മാജിക് സർക്കിളിൻ്റെ നീളം കുറയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് 3 ചെയിൻ സ്റ്റിച്ച് എടുക്കാം. ഇപ്പോൾ നമുക്ക് 2 മതിയാവും. അതായത് നമ്മൾ നേരത്തെ ലാസ്റ്റ് കാണിച്ച ഈ ത്രിബിളില്ലേ, അതിവിടെ നമ്മൾ എടുക്കണം. 3 എടുക്കേണ്ടത്. നമുക്ക് 3 ഇതിൽ എടുക്കാം.
നിങ്ങൾ ഇനി അടുത്ത എത്രാം ക്ലാസ്സിലാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇനി ട്രിപ്പിൾ ഒരെണ്ണം മതി. ചിലപ്പോൾ എൻ്റെ കൈ തട്ടി ഹാഫ് ട്രിപ്പിളൊക്കെ ആയിപ്പോന്നു. ഞാനിത് പഠിച്ചിട്ടൊന്നുമില്ലേ. അപ്പോൾ നമ്മൾ 3 എടുത്ത് കണ്ടാതാ നെറ്റ് പോലെ ഇരിക്കും. ഇനി നമ്മൾ 4 ഡബിളാണ് എടുക്കേണ്ടത്. ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് ഒന്നും കൂടി അത് നോക്കിയാൽ നേരെ മനസ്സിലാവുമായിരിക്കും. ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ എന്നെ കണ്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഒരെണ്ണം എടുത്തു, ഇനി 2 എടുക്കാം. അപ്പോൾ നമ്മൾ 4 ഹാഫ് ഡബിൾ എടുത്തു. ഇതിനിപ്പോൾ ലവിൻ്റെ പാതയാണെന്ന് പറയണ്ടേ, അതിന് അവിടെ സ്റ്റോപ്പ് നിർത്താം. ഇവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ഇപ്പുറത്ത് 4 ഡബിൾ ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറക്കിയെടുക്കുമ്പോൾ യാണൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ത്രിബിളും ഹാഫ് ഡബിൾ 4 ചെയ്തതിന് ശേഷം ത്രിബിൾ എടുത്തു. എന്നിട്ട് മാജിക് സർക്കിൾ വലിച്ചാൽ മാത്രം മതി നമുക്ക് ഈ ഒരു ഹാർട്ട് ഷേപ്പ് കിട്ടുന്നതാണ്. പോടാ കൂട്ടി കിട്ടുന്നതാണ്. ഇതാണ് നമ്മളുടെ ഹാർട്ട് ഷേപ്പ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് പിന്നെ ഹാപ്പി ആക്കുന്ന കമൻറ്റ് ചെയ്യണം. Bye bye.